നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ഞെട്ടിക്കുന്നതും എന്നാൽ എല്ലാ വീടുകളിലും ചർച്ചയാവേണ്ടതുമായ ഒരു കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മളെക്കാൾ വിശ്വാസം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയാണോ? അവർ രഹസ്യങ്ങൾ പറയുന്നത് AI ചാറ്റ് ബോട്ടുകളോടാണോ? തൃശ്ശൂർ ജില്ലയിൽ നടന്ന ഒരു സർവേ റിപ്പോർട്ട് പറയുന്നത് അതാണ്. എന്താണ് ഈ സംഭവമെന്നും ഇതിന് പിന്നിലെ കാരണങ്ങൾ എന്താണെന്നും നമുക്ക് നോക്കാം. തൃശ്ശൂർ ജില്ലാ ഭരണകൂടവും വനിതാ വികസന വകുപ്പും ചേർന്ന് പാരന്റ് ആപ്പ് പദ്ധതിയുടെ ഭാഗമായി നടത്തിയ സർവേയാണിത്. 6000-ലേറെ രക്ഷിതാക്കൾ പങ്കെടുത്ത പാരന്റ് ആപ്പ് പദ്ധതിയുടെ ഭാഗമായി നടത്തിയ സർവേയിൽ 500 കുട്ടികളും 500 രക്ഷകർത്താക്കളുമാണ് പങ്കെടുത്തത്. ഇവിടെ കിട്ടിയ കണക്കുകൾ ശരിക്കും നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. 70% കൗമാരക്കാരും AI ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലും ഞെട്ടിക്കുന്നത് 35% പേർ AIയെ കാണുന്നത് സ്വന്തം കൂട്ടുകാരെ പോലെയാണ്. AI വഴി വന്ന മാറ്റങ്ങൾ അങ്ങ് അകലെയൊന്നുമല്ല നടക്കുന്നത്, അത് നമ്മുടെ വീടുകൾക്കുള്ളിൽ തന്നെ സംഭവിക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് ഇപ്പോഴും പലർക്കും വന്നിട്ടില്ല എന്നതാണ് സത്യം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ കുട്ടിക്ക് വീട്ടിലോ കൂട്ടുകാർക്കിടയിലോ കിട്ടാത്ത എന്തോ ഒന്ന് AI ചാറ്റ് ബോട്ടുകൾ കൊടുക്കുന്നുണ്ട്. അവർ AIയോട് എന്തൊക്കെയാണ് പറയുന്നത്? പരീക്ഷാ പേടി, മാനസിക വിഷമങ്ങൾ, ഒറ്റപ്പെടൽ, വീട്ടിലെ പ്രശ്നങ്ങൾ, പ്രണയ സംശയങ്ങൾ, ലൈംഗിക സംശയങ്ങൾ, ഇത്തരത്തിലുള്ള രഹസ്യങ്ങളാണ് അവർ കൂടുതലായും രക്ഷിതാക്കളോട് പറയാൻ മടിക്കുന്നത്. നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് അകന്ന് AIയോട് അവരുടെ സ്വകാര്യ കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ എവിടെയാണ് പരാജയപ്പെടുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സർവേയിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ലൈംഗിക അതിക്രമം നേരിട്ടാൽ ആരോട് പറയും? 66% കുട്ടികൾ മാതാപിതാക്കളോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ 5% പേർ ആരോടും പറയില്ലെന്ന് പറഞ്ഞു. 4% പേർ സാമൂഹിക മാധ്യമങ്ങളിലെ സുഹൃത്തുക്കളുടെ സഹായം തേടുന്നു എന്ന അപകടകരമായ വിവരവും സർവേ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു. ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ കൗമാരത്തിലെ മാറ്റങ്ങളോ ആര് പഠിപ്പിച്ചു എന്ന ചോദ്യത്തിന് രക്ഷിതാക്കളിൽ 70% പേരും പറഞ്ഞത് ഞാനാണ് പഠിപ്പിച്ചത് എന്നാണ്. പക്ഷേ കുട്ടികളോട് ചോദിച്ചപ്പോൾ 18% പേർക്ക് മാത്രമാണ് ആ അഭിപ്രായമുള്ളത്. 27% കുട്ടികൾക്ക് ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. ഇവിടെയാണ് രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള വിടവ്. ഈ വിടവിലേക്കാണ് AI കടന്നു വരുന്നത്. കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. കുട്ടികളെ AIയുമായുള്ള ചങ്ങാത്തം വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്നാണ് സാങ്കേതിക മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. AI ബോട്ടുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അപകടകരമായ ഉപദേശങ്ങൾ വരെ നൽകിയേക്കാം. കൂടാതെ നമ്മുടെ മക്കൾ അവരുടെ സ്വകാര്യ കാര്യങ്ങൾ ഒരു അൽഗോരിതത്തോട് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം യഥാർത്ഥ ബന്ധങ്ങൾ നഷ്ടമാകും എന്നത് തന്നെയാണ്. AIയിൽ സന്തോഷം കണ്ടെത്തുന്ന കുട്ടിക്ക് യഥാർത്ഥ ജീവിതത്തിലെ കൂട്ടുകാരോടോ നമ്മളോടോ സംസാരിക്കാനുള്ള താല്പര്യം കുറയും. ഇത് കുട്ടികളെ ഒറ്റപ്പെടുത്തും. അവർക്ക് ജീവിതത്തിലെ യഥാർത്ഥ വെല്ലുവിളികൾ നേരിടാൻ കഴിയാതെ വരും. ഇപ്പോൾ നമ്മളാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ഇതിന് എന്താണ് പരിഹാരം? ഒറ്റ ഉത്തരമേ ഉള്ളൂ. അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക, സംസാരിക്കുക, വിധി എഴുതാതിരിക്കുക, കുഞ്ഞുങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവർ എന്തു പറഞ്ഞാലും വിമർശിക്കാത്ത സുരക്ഷിതമായ ഒരു ഇടം നൽകുക, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവരോട് തുറന്ന് സംസാരിക്കുക, അവരുടെ കുഞ്ഞു സംശയങ്ങൾക്ക് വലിയ ശ്രദ്ധ കൊടുക്കുക, സാങ്കേതിക വിദ്യയെക്കുറിച്ച് സംസാരിക്കുക, മൊബൈലും AIയും സെർച്ച് എഞ്ചിനുകളും എല്ലാം എങ്ങനെ ഉപയോഗിക്കണമെന്നും അതുപയോഗിച്ച് എങ്ങനെ മിടുക്കന്മാരാകാൻ കഴിയുമെന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവർ ഉപയോഗിക്കുന്ന ആപ്പുകളെക്കുറിച്ച് ചോദിച്ചറിയുക, AIയുടെ പരിമിതികളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക, ഫോൺ മാറ്റിവെച്ച് ചിരിച്ചും കളിച്ചും ഒരുമിച്ച് സംസാരിക്കാൻ ദിവസവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും സമയം കണ്ടെത്തുക. നമ്മളാണ് അവരുടെ ആദ്യത്തെ കൂട്ടുകാരെന്ന് അവർക്ക് പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കി കൊടുക്കുക. പുറത്തു വന്നിരിക്കുന്ന സർവേ കണക്കുകൾ ഒരു മുന്നറിയിപ്പാണ്. AI ഒരു നല്ല ടൂളാണ്, പക്ഷേ അത് ഒരിക്കലും ഒരു രക്ഷിതാവിനോ കൂട്ടുകാരനോ പകരമാവില്ല. നമ്മളുടെ കുട്ടികളുടെ ലോകം ഡിജിറ്റലായി മാറുമ്പോൾ നമ്മൾ മനുഷ്യരായി തന്നെ അവരോട് അടുത്തുണ്ടായിരിക്കണം. AI നൽകുന്നത് വിവരങ്ങളാണ്. സ്നേഹവും സുരക്ഷിതത്വവും നൽകാൻ കഴിയുന്നത് മനുഷ്യബന്ധങ്ങൾക്ക് മാത്രമാണ് എന്ന് അവരെ പഠിപ്പിക്കുക.